അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഈ ഇടയ്ക്കാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. മെജോറിറ്റി ഓഫ് അഡൾട്ട് ലൈഫിലെ ഒരു വലിയൊരു എലമെന്റ് കിടക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്നായിരിക്കും. അത് പലപ്പോഴും നമ്മൾ അക്നോളജ് ചെയ്യാതെ അല്ലെങ്കിൽ അറിയപ്പെടാതെ അത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഓൾറെഡി ഡോക്ടർ നേരത്തെ പറഞ്ഞു, ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ തന്നെ ഓൾറെഡി അവർ സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത്. പിള്ളേരെ തന്നെ ഇതിൽ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴുള്ള സമയം. അപ്പോൾ ഇവിടെ വളരുന്ന കുട്ടികളായാലും നാട്ടിലുള്ള കുട്ടികൾക്കായാലും ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഇതിലുള്ള സംഭവങ്ങൾ എന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ചൈൽഡ്ഹുഡ് ആണ് ഒരാളുടെ ബേസ്. അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഐഡന്റിഫൈ ചെയ്യുന്നത്, ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങൾ, അതെല്ലാം ചൈൽഡ്ഹുഡിൽ വരുന്ന നമുക്ക് കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ലേണിങ് അതനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ചൈൽഡ്ഹുഡിലുള്ള ട്രോമ തന്നെയാണ് ഒരു വ്യക്തിയുടെ ലൈഫ് ലോങ്ങിൽ അയാളെ മുൻപോട്ട് പോകുന്നതിനും വളർച്ചയ്ക്കും എല്ലാം തടസ്സം നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചൈൽഡ്ഹുഡിൽ ഇഷ്യൂസ് നമുക്ക്, അതായത് എസ്പെഷ്യലി ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് നടന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മൈക്കിൾ ജാക്സന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അന്ന് കിട്ടിയിട്ടുള്ള ഷോക്കുകൾ, അതുപോലെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അങ്ങനെയുള്ള പല വ്യക്തികളിലും ആൻറ്റി സോഷ്യലായിട്ട് ആൾക്കാർ മാറുന്നതിൻ്റെ ഒക്കെ ഒരു റീസണൊക്കെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇതെങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കുക? ഇപ്പോൾ ഒരു അഡൽട്ടായ എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടെന്ന് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? നമുക്കത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈൽഡ്ഹുഡിൽ നമുക്കിപ്പോൾ കൂടുതലായിട്ടും നമ്മൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുതിർന്ന ഒരാളാകുമ്പോൾ ആളുടെ ജോലിയിൽ പോകുമ്പോൾ, റിലേഷൻഷിപ്പുകളിൽ, ആൾ വെക്കുന്ന ബന്ധങ്ങളിൽ, അപ്പോൾ അതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെയോ എനിക്കൊരു തടസ്സമുണ്ട്, അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയില്ലേ ആനേനെ നമ്മൾ ചങ്ങലയ്ക്ക് ഇടും അല്ലേ, പ്രത്യേകിച്ച് ആനേനെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ആനയ്ക്ക് വളരെ ഈസിയാണ് ആ ചങ്ങല പൊട്ടിക്കാൻ. പക്ഷെ ആന എന്തുകൊണ്ട് അത് പൊട്ടിക്കുന്നില്ല എന്നുള്ളത്, ചെറുപ്പം തൊട്ട് ആനേനെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് ആന അത് വലിച്ചു നോക്കിയപ്പോൾ അത് പൊട്ടിയില്ല. അപ്പൊ അതൊരു ലേണിംഗ് ആണ്. നമ്മൾ പറയും ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ കണ്ടീഷനിങ് ഒക്കെ സൈക്കോളജിയിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ പഠിപ്പിക്കുകയാണ്, ലേൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ വ്യക്തികളും ലേൺ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ നമ്മളൊരു ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് തൊട്ട്, ഇപ്പൊ പാല് കുടിക്കാൻ തൊട്ട് ഒരു കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തൊട്ട് ലേണിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്, നമ്മൾ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, കോപ്പി ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തുള്ള മിറർ സെല്ലുകൾ എന്ന് പറയും. നമ്മളൊരു കാര്യം കോപ്പി ചെയ്യുന്നത് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കോട്ടുവായി ഇടാണ്, ഇപ്പൊ ഞാൻ കോട്ടുവായി ഇടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് കോട്ടുവായി ഇടും. അപ്പൊ അത് മിറർ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ പഠിച്ച് ലേൺ ചെയ്ത് വരുന്നു. പക്ഷെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, നമുക്ക് കിട്ടുന്ന അടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫിസിക്കൽ അബ്യൂസ്, മെന്റലി വരുന്ന ഹരാസ്മെന്റുകൾ, ബുള്ളിങ്, അതുപോലെ പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ പാരന്റ്സ് പറയും നീ ഒരിക്കലും നന്നാവില്ലടാ. ചെറുപ്പം അവര് ആ ഒരു സെൻസിൽ പറയുന്നതല്ല, നീ എന്ത് ചെയ്താലും അത് ശരിയാവില്ല. അപ്പൊ ഇത് കുട്ടിയുടെ ഉപബോധ മനസ്സിലാണ് കയറി കിടക്കുക. ആ ഉപബോധ മനസ്സിൽ കയറി കൊടുക്കുമ്പോ അത് നമുക്ക് വലുതായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറില്ല. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, വലിയൊരാളാവുമ്പോൾ എങ്ങനെയാണ് ഇത് കണക്ട് ആവണേ, അതാണ് ഞാൻ പറഞ്ഞത്. സബ് കോൺഷ്യസ് മൈൻഡില് ഇത് അവിടെ കിടക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്താലാണ് അയാൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഇതിൽ ഒരു പരിധി വരെ പാരന്റ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകില്ലേ? അതായത് ഇപ്പോ ഞാൻ ഒരിടത്ത് കേട്ടതാണ്, അതായത് നമ്മൾ ഒരു കുട്ടിയോട് ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം നമ്മളത് ചെയ്യാതിരുന്നാൽ അവർ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ പ്രവൃത്തിയിലൂടെ, നേരത്തെ പറഞ്ഞ കോപ്പിങ്. അതെ, കോപ്പി അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനിപ്പോ എന്റെ കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെടാണ്. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ദേഷ്യപ്പെടുന്നെങ്കിൽ കുട്ടി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ദേഷ്യപ്പെടുമ്പോ കൈ ഇങ്ങനെ പിടിച്ച് ദേഷ്യപ്പെടുന്നു. ഇത് അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പേടിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി ഇവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്, കൈ ഇങ്ങനെ പിടിച്ച് ഷൗട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കുട്ടി മനസ്സിലാക്കും. അപ്പൊ നെക്സ്റ്റ് ടൈം കുട്ടി ചീത്ത പറയുമ്പോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഇതേപോലെ ഡിക്റ്റോ കുട്ടി ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇപ്പൊ മുതിർന്ന ഒരാൾ ഇപ്പൊ ഭർത്താവ് ഭാര്യനെ ചീത്ത പറയുന്ന അതേപോലെയുള്ള കാര്യം തന്നെയായിരിക്കും കുട്ടിയും ചെയ്യുന്നത്. കോപ്പി ചെയ്തിട്ടാണ് അത് ലേൺ ചെയ്യാൻ. അവര് പക്ഷെ അത് തിരിച്ചറിയില്ലായിരിക്കാൻ ചിലപ്പോ, പക്ഷെ അത് അവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, നൈസ്. അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നതെന്ന് പറയുമ്പോ എന്തൊക്കെ ടൈപ്പ് ട്രോമാസ് നേരത്തെ പറഞ്ഞു, ഈ ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ,
അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഒരു കിഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ എങ്ങനെ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും വരാതെ നോക്കാം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ടിപ്സ്? തീർച്ചയായിട്ടും പാരന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടീനെ ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു അച്ഛനും ജനിക്കുന്നുണ്ട്, ഒരു അമ്മയും ജനിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ഫാദർ ജനിക്കുന്നുണ്ട്. നമ്മൾ ആരും ഫാദർ ആയിട്ടല്ല നിൽക്കുന്നത്. ഒരു ഹസ്ബൻഡിൽ നിന്ന് ഫാദറിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ട്രെയിൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു അമ്മയാകുമ്പോൾ ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻസ് ഒക്കെ പണ്ടൊക്കെ ഫാദറിന് വലിയ റോള് കണ്ടിരുന്നില്ല കുട്ടികളെ എടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പ്രത്യേകിച്ച് യൂറോപ്പിലായാലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അച്ഛന്മാരാണ് കുട്ടികളെ നോക്കുന്നത്. അപ്പൊ ഈക്വൽ ആണ് ഇപ്പൊ. അത് നല്ലൊരു കാര്യമാണ്. വളരെയധികം പാരന്റ്സിനെ നോക്കി, ഇപ്പൊ ന്യൂജൻ പാരന്റ്സിനെ നോക്കി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുപോലെ കുട്ടീനെ നോക്കുന്നുണ്ട്, ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കുട്ടികളെ എങ്ങനെ ലേൺ ചെയ്യിപ്പിക്കണം, കുട്ടീനെ എങ്ങനെ സൈക്കോളജിക്കലി അവരുടെ ഇമോഷണലി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായിരിക്കാം, പിടിവാശികൾ ഉണ്ടായിരിക്കാം കുട്ടികൾക്ക്. അപ്പൊ അതിനെങ്ങനെ ഡീൽ ചെയ്യണം, ഇത് പ്രൊഫഷണലി അവർ ഹെൽപ്പ് എടുക്കുക, ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ UK-ലാണെങ്കിൽ ഇതിനുള്ള വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇപ്പോ കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ ഇവിടെ, കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ക്യാമ്പ്സ് അതുപോലെയുള്ളത്. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് എഡ്വിൻ ലോബോ പോലത്തെ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സ്. അവിടെ നമ്മൾ എന്തെങ്കിലും കുട്ടികളുടെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവര് പാരന്റിന് ആദ്യം ട്രെയിനിങ് ആണ് കൊടുക്കുക. പാരന്റിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക. ഇപ്പൊ സെയിം തിങ് കേരളത്തിലാണെങ്കിലും ഇപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പാരന്റിന് ട്രെയിനിങ് കൊടുക്കും, പാരന്റിന് അവയർനെസ്സുകൾ കൊടുക്കണം, പാരന്റിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അത് കിട്ടിയാലാണ് പാരന്റിന് എന്റെ കുട്ടിക്ക് ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ പാരന്റ് എന്താണ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടികളുടെ പിടിവാശി, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നു. ഇവര് പറയാറില്ലേ ഇങ്ങനെ ജനിച്ച ഉടനെ തന്നെ, അതായത് ജനിച്ച ഉടനെ ഇങ്ങനെയാണ് എന്ന് ചിലർ പറയാറുണ്ട്. അത് അങ്ങനെ ആവാനാണോ ചാൻസ്, അതോ പിന്നീട് വളരുമ്പോ ഉണ്ടാവുന്ന നമ്മുടെ ബിഹേവിയർ കണ്ടിട്ട് കുട്ടികൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആവുമോ? ചില കുട്ടികളുടെ കേസിൽ അവര് ആ ഒരു ജനറ്റിക്കലായിട്ട് വരുന്ന, അതായത് DNA എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ അച്ഛന്റെ ഭാഗത്തുനിന്നോ അമ്മയുടെ ഭാഗത്തുനിന്നോ 7 തലമുറയുടെ ഭാഗത്തുനിന്ന് നമുക്ക് DNA വരാം. അപ്പോൾ ചില ആൾക്കാർ പറയും നീ നിന്റെ അപ്പാപ്പന്റെ പോലെയാണ്, നിന്റെ അച്ചാച്ചന്റെ അതേ ദേഷ്യാണ്. അത് അവർക്ക് ആ ഒരു ജീനിൽ നിന്ന് വരുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ അവിടെ പാരന്റിങ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ലൊരു കെയർ, ആക്സെപ്റ്റൻസ്, കുട്ടികൾക്ക് നല്ല ബോഡി മസാജ്, അവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ്, അൺകണ്ടീഷണൽ ലവ്, ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പി കൊടുക്കും കുട്ടികൾക്ക്. അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്. അപ്പോഴേ ഡോക്ടർ മറ്റേ മനോരമയിൽ ഒരു നമ്മൾ വായിച്ചായിരുന്നു ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നത്, അതിൽ സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു കുട്ടികളിൽ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്? കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരു 4 years ബാക്ക് ഒരു കേസ് വന്നിരുന്നത്, ഒരു കുട്ടി അമ്മേനെ കൊണ്ടുവന്നിരുന്നു കൺസൾട്ടേഷന്. സ്ക്രീൻ ലൈഫ് ഇല്ലാതെ നമുക്കിപ്പോ ജീവിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടന്റ്. പക്ഷെ ചില വ്യക്തികളിൽ അത് കൂടുതലായിട്ട് അവരത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥകളുണ്ട്. അവരെ നോർമൽ ലൈഫിനെ അത് ബാധിക്കാറുണ്ട് സ്ക്രീൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സൈക്കോളജിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ മാത്രമല്ല, ഇപ്പൊ മദ്യം, മയക്കുമരുന്ന്, ലഹരി എല്ലാം അഡിക്ഷൻ ആണ്. അപ്പൊ അഡിക്ഷന്റെ സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ സ്ക്രീൻ അഡിക്ഷനും വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഈ തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോ ഒരു കള്ളു കുടിച്ച് കിടക്കുന്ന ഒരാളാണെങ്കിൽ അയാള് പ്രശ്നക്കാരനാണ്, പക്ഷെ അതേ ബുദ്ധിമുട്ട് തന്നെ ഇതിലും വരുന്നുണ്ട്. ഇവരുടെ ബിഹേവിയർ മാറ്റം വരുന്നുണ്ട്, ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്, സാധനങ്ങൾ വലിച്ചെറിയുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അവരവരുടെ ലോകത്തേക്ക് പോവുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇവർക്കൊരു എപ്പോഴും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊക്കെ പറയും. ഞങ്ങൾ ആ ഒരു ഇത് പോയോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അവർക്കെല്ലാം അറിയണം. ആ ഒരു പ്രത്യേകിച്ച് കുട്ടികളുടെ ഏരിയയിൽ എല്ലാത്തിനെ കുറിച്ച് അവർക്ക് നോളേജ് വേണം. അതല്ലെങ്കിൽ അവര് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ചിന്തകളൊക്കെ. സ്കൂളുകളിലോ കാര്യങ്ങളോ പോകുമ്പോ അവിടെ അല്ലേ കുട്ടികളുടെ ഇടയിൽ കൂടെ വരുമ്പോ കുറച്ചുകൂടെ അറിയണം. എനിക്ക് എന്റെ മകന് ഒരു 6 വയസ്സായിട്ടുള്ളൂ, പക്ഷെ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിനക്ക്
അപ്പൊ ഞാനിങ്ങനെ ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തോ ഞാൻ പറയായിരുന്നു. എന്തോ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ആ കാർ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്കറിയാം. ഞാൻ നിനക്ക് ഏത് കാറാണ്? എനിക്ക് ലാംബോർഗിനി അതെ, ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാനിവിടെ UK-ല് സെക്കൻഡറി ലെവലിലുള്ള കുട്ടികളെ, എസ്പെഷ്യലി ഇവിടുത്തെ ഇംഗ്ലീഷ് കുട്ടികളും, നമുക്ക് കുട്ടികൾ തമ്മിൽ ഇപ്പൊ വ്യത്യാസങ്ങളൊന്നുമില്ല. മലയാളിയാണോ, ഈജിപ്ഷ്യൻ ആണോ, ഇംഗ്ലീഷ് ആണോ ഒന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഗുണം അതാണ്, എല്ലാം ഈക്വൽ ആണ്. അവർക്ക് അറിയുന്ന നോളേജുകളും. ഇപ്പൊ ഇവിടെ കളിക്കുന്ന ഗെയിം തന്നെയാണ് കേരളത്തിലൊരു കുട്ടി ആ വീട്ടിലിരുന്ന് കളിക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ആയിട്ടാണ് ചൈൽഡ് സൈക്കോളജിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം. ഞാൻ കുട്ടികളോട് ഇങ്ങനെ കുറെ സംസാരിക്കാറുണ്ട്. ഇവിടെയുള്ള എനിക്കൊരു ഇത്രയും സ്റ്റുഡൻസ് വരാറുണ്ട്. ഞാൻ ക്ലാസ്സുകൾ ഒബ്സർവേഷന് പോകാറുണ്ട്. അപ്പോൾ ഇവരായിട്ട് സംസാരിക്കുമ്പോഴും ഇവർക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഭീതിയുള്ള കാര്യമാണ്. അതായത് എനിക്ക് ആ കാര്യം അറിയില്ലേ, ഇവരെന്നെ ഞാൻ ചോദിച്ച കാര്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലേ, ഷെയിമായിട്ട് അവർക്ക് തോന്നും. അപ്പൊ അവര് അത് അറിയാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ കാറുകളെ കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ട്, സ്പോർട്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. മിസ് ഔട്ട് അതാണ് അവരുടെ ഫോമോ എന്നാണ് നമ്മളെ വേർഡ് പറയാ. അപ്പൊ ഫോമോ ആവാതിരിക്കാൻ അവര് അതുകൊണ്ട് ആ ലോകം അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അവര് അതിൻ്റെ ഉള്ളിലാണ് അവരുടെ വേർഡ്.